ഈ സീസണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് യുണൈറ്റഡിൻ്റെ ഒരു മാച്ച് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. കാരണം ഓൺ ദ ഫീൽഡ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരുമായിരുന്നു. ആ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അവർ ഈ ഒരു സീസൺ ത്രൂ ഔട്ട് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് 2 മാച്ച് നോക്കിയോ, വോൾസിനെതിരെയുള്ള എവേ ഗെയിം, അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിനെതിരെയുള്ള ആ ഒരു ഹോം ഗെയിം, ഈ 2 മത്സരത്തിൽ യുണൈറ്റഡിൻ്റെ പ്ലേയിങ് സ്റ്റൈലിൽ ഒരു ഡെഫിനറ്റ് ഒരു പ്ലേയിങ് സ്റ്റൈൽ പയ്യെ ഡെവലപ്പ് ആകുന്ന കാണുന്നു. പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ടിവിറ്റി കൂടുന്നു. എസ്പെഷ്യലി നമ്മുടെ ഫോർവേഡ് അറ്റാക്കിംഗ് പ്ലെയേഴ്സ്, ഫ്രണ്ട് 3 ഒക്കെ തമ്മിൽ ഭയങ്കര കണക്ഷൻ തോന്നുന്നു. കുറച്ചുകൂടെ ആ ഒരു സെൽഫിഷ്നെസ്സിലൊക്കെ കുറച്ചുകൂടെ ഒരു കുറവ് വന്ന പോലാണ് കഴിഞ്ഞ 2 മാച്ചസ് കാണുമ്പം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും, ഞാൻ ഉൾപ്പെടെ പലർക്കും എനിക്കറിയാം, പയ്യെ ആ ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് എക്സ്പെക്റ്റേഷനിലാണല്ലോ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 4th സ്ഥാനത്തെത്തുക. യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമാണല്ലോ. അപ്പം നമുക്ക് എപ്പോഴും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു മിനിമം എക്സ്പെക്റ്റേഷൻ അതായിരിക്കണം. പക്ഷേ ഈ ഒരു സീസണിൽ നമ്മുടെ മാക്സിമം എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 4th സ്പോട്ടിലെങ്കിലും എത്തിപ്പെടുക എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ 3 സ്ഥാനങ്ങൾ നമുക്കറിയാം, ലിവർപൂൾ, സിറ്റി, ആർസണൽ, അവരല്ലാതെ വേറെ ആരും ആ ഒരു ആദ്യത്തെ 3 വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ഏക ചാൻസ് എന്ന് പറയുന്ന ആ ഒരു 4th സ്പോട്ടാണ്. 4th സ്പോട്ടിൽ ഇപ്പം പ്രീമിയർ ലീഗ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 4th സ്പോട്ടിലുള്ള ടീം ആസ്റ്റൺ വില്ലയാണ്. അപ്പം ആസ്റ്റൺ വില്ലയായിട്ടാണ് നമ്മൾ ഇന്ന് രാത്രി 10 മണിക്ക് നമ്മുടെ എവേ മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഈ 2 ടീം, ആസ്റ്റൺ വില്ല അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഈ 2 ടീമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എവേ ഫോം എന്ന് പറയുന്നത് ഡിസാസ്ട്രസ് ആണ്. ലാസ്റ്റ് ഒരു 5 മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് 5 ലീഗിൽ എവേ ഗെയിംസ് നോക്കി കഴിഞ്ഞാൽ ആ പടം ഒരു മാച്ചാണ് യുണൈറ്റഡ് ജയിച്ചത്. അത് യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് എവേ ഗെയിമായിരുന്നു, വോൾസിനെതിരെയുള്ള മത്സരമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാച്ചിനെ അപ്രോച്ച് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ആസ്റ്റൺ വില്ലയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ തന്നെ ലിവർപൂൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് ഹോം റെക്കോർഡുള്ള ടീമാണ് ആസ്റ്റൺ വില്ല. അപ്പം ആസ്റ്റൺ വില്ലയുടെ കാര്യം നോക്കിയാൽ ആസ്റ്റൺ വില്ല ഈ ഒരു സീസണിൽ ടോട്ടൽ 11 മത്സരമാണ് അവരുടെ ഹോം ഗെയിം, 11 മത്സരമാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിച്ചത്. അപ്പോൾ ആ ഒരു 11 മത്സരത്തിൽ 9 മത്സരം അവർ ജയിച്ചു. ആ പാടെ 2 മാച്ചസാണ് തോറ്റത്. പക്ഷേ ഒരു ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല തോറ്റ 2 മത്സരം എന്ന് പറയുന്നത് അവരുടെ ലാസ്റ്റ് 2 ഹോം ഗെയിംസാണ്. അപ്പോൾ അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതും അവരുടെ ഏറ്റവും അവസാനത്തെ മത്സരം ചെൽസി പോലെ ഒട്ടും ഫോം അല്ലാത്ത ഒരു ടീമിനെതിരെയാണ് അവർ തോറ്റത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഈ ഒരു ആസ്റ്റൺ വില്ലയുടെ ടീമിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡിൻ്റെ ആ ഒരു സ്റ്റൈലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇവർക്കെതിരെ കളിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മൾ ആസ് എ യൂണിറ്റ് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മുടെ 100% കൊടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന എപ്പോഴും ഇവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കാണുമ്പം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവരുടെ പ്ലേയിങ് സ്റ്റൈലിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പൊസഷൻ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. ബെറ്റർ ടെക്നിക്കൽ പ്ലെയേഴ്സാണ് അവരുടെ ടീമിലുള്ളത്. അതുമാത്രമല്ല അവരുടെ ആ ഒരു ഡിഫെൻസീവ്ലി ഹൈലൈൻ കളിച്ചുകൊണ്ട് ഓപ്പോസിഷൻ്റെ ഫോർവേഡ്സിനെ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുക്കുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട്. അത് ഇത്രയും കാലവും അല്ലെങ്കിൽ ഈ സീസണിൽ ഇത്രയും നാളും സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം പയ്യെ ടീമുകൾ അത് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു വീക്ക്നെസ് പോലെ അവർക്കെതിരെ അത് യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ ചെൽസി ആണെങ്കിലും ലാസ്റ്റ് നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ ഈ ആസ്റ്റൺ വില്ലയ്ക്കെതിരെയുള്ള മാച്ചൊക്കെ കളിക്കുന്ന നോക്കിയാലും എപ്പോഴും അവരുടെ ആ ഒരു ഹൈലൈനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിനെ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹൈലൈൻ കളിക്കുന്ന ടീമുകൾക്കെതിരെ ഇൻ ബിഹൈൻഡ് റൺസ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ കൗണ്ടർ, ട്രാൻസിഷൻ ഫുട്ബോളൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പം ഈ ഒരു ട്രാൻസിഷൻ ഫുട്ബോൾ ഇവർക്കെതിരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം കഴിഞ്ഞ മാച്ച് ചെൽസി കൗണ്ടർ അറ്റാക്ക്, അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഹൈലൈൻ്റെ ബാക്കിലേക്ക് ബോളിട്ട് അങ്ങനെ ഇൻ ബിഹൈൻഡ് റൺസ് മേക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈ ടേൺ ഓവേഴ്സ് വഴിയൊക്കെ ഇവർക്കെതിരെ അറ്റാക്ക് നടത്തുന്നു. അങ്ങനെ അവരുടെ ബിൽഡിംഗ് ഫേസിലൊക്കെ ഇവരെ നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബോൾ ലൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിലൊക്കെ കണ്ടാണ്. അപ്പോൾ അങ്ങനെ ബോൾ ലൂസ് ചെയ്ത് പെട്ടെന്ന് അറ്റാക്കിലേക്ക് പോകാൻ വേണ്ടി ഒക്കെ ശ്രമിക്കണം. ആ രീതിയിൽ നല്ല ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ ഇവർക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ട്രാൻസിഷൻസിലും കൗണ്ടർ അറ്റാക്കിങ്ങിലും നമ്മൾ പ്രിസൈസ് ആണെങ്കിൽ ഇവർക്കെതിരെ ഗോൾ കണ്ടെത്താൻ വേണ്ടി പറ്റും.
അപ്പോൾ എന്താണെങ്കിലും ഈ മാച്ചിൽ ഗോള് ഉറപ്പാണ്. കാരണം ഈ മാച്ചിൽ ഇതുവരെയായിട്ടും എനിക്ക് തോന്നുന്നു ഇവരുടെ ഹോം ഗെയിംസിൽ ആസ്റ്റൺ വില്ല ഇതുവരെയായിട്ടും ഈ സീസണിൽ 30 ഗോൾ ഇവരുടെ ഹോം ഗ്രൗണ്ടിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മാച്ചിൽ മിനിമം ഒരു ഗോളെങ്കിലും അവർ സ്കോർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു ട്രാൻസിഷൻ ഫുട്ബോൾ അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിൻ്റെ സമയത്ത് ആ ഒരു ഇൻ ബിഹൈൻഡ് റൺസ് മേക്ക് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതലും എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡ്, ഗർണാച്ചോ ഈ ഫ്രണ്ട് ത്രീയിൽ ഇവർ രണ്ടുപേരുമായിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഹോയിലൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോയിലൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കൂടുതലും പുള്ളി ഫോൾസ് നയനായിട്ട് ആ ഒരു മിഡ്ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് അവിടെ വിത്തൗട്ട് ദ ബോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, ബോൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, റീഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പം മിഡ്ഫീൽഡിൽ ഒരു ബോളൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം കാണുന്നത് ഹോലൻഡിനെ ആദ്യം ഫീഡ് ചെയ്യും. അപ്പോൾ ഹോലൻഡ് പെട്ടെന്ന് തന്നെ പാസ് ആ ഒരു റാഷ്ഫോർഡ് അല്ലെങ്കിൽ ഗർണാച്ചോ ഇവരെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർ രണ്ടുപേരും രണ്ട് വിങ് വഴി അവരുടെ പേസ് ഉപയോഗിച്ച് ബോളുമായിട്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യും. ആ സമയത്ത് ബാക്കിൽ നിന്ന് ഹോലൻഡ് അങ്ങോട്ട് അറ്റാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഈ രീതിയിലാണ് നമ്മുടെ ഫോർവേഡ്സ് അറ്റാക്ക് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ പാസുകൾ അല്ലെങ്കിൽ പുള്ളി തൊടുന്നതെല്ലാം നാളെ പൊന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് എന്താണേലും നല്ല രീതിയിൽ അറ്റാക്ക് യുണൈറ്റഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്രൂണോ ആയാലും ഹോയിലൻഡ് ആയാലും റാഷ്ഫോർഡ്, ഗർണാച്ചോ ഇവരൊക്കെ അറ്റാക്കിംഗ് വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നാളത്തെ മാച്ചിൽ. അപ്പം എന്താണേലും ഈ ഇവരുടെ ഒരു പ്ലേയിങ് സ്റ്റൈലും നമ്മുടെ പ്ലേയിങ് സ്റ്റൈലും അല്ലെങ്കിൽ നമ്മൾ മാച്ചസ് ജയിച്ച് കോൺഫിഡൻ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവർ പയ്യെ അവരുടെ ആ ഒരു സീലിംഗ് ടച്ച് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ആ ഒരു സീലിംഗ് ടച്ച് ചെയ്ത് അവരുടെ ആ ഒരു ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അവരങ്ങനെ അവരുടെ സീലിംഗ് ടച്ച് ചെയ്തിട്ട് അവർ താഴോട്ട് വരട്ടെ. അപ്പോൾ ഇവർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്കെപ്പോഴും ഗുണമാണ്. നമ്മളും ഇവരും തമ്മിൽ ഓൾമോസ്റ്റ് 8 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ആസ്റ്റൺ വില്ലയും യുണൈറ്റഡ് തമ്മിൽ 8 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പം ഉള്ളത്. അപ്പം ഈ മാച്ച് നമ്മൾ ജയിക്കുകയാണെങ്കിൽ 5 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ 4th സ്പോട്ട് ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു 4th സ്പോട്ടിലുള്ള ആസ്റ്റൺ വില്ലയെ നമ്മൾ കൈ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കളിച്ച് അവരെ തോൽപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെജൻഡറി ഒലെ ഗണ്ണർ സോൾഷെയർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 3 ദിവസത്തെ ടൂറിനാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ മിനിഞ്ഞാന്നും. അപ്പോൾ ഓൾറെഡി 2 ദിവസത്തെ ടൂർ പ്രോഗ്രാം ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ആദ്യം ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് മുംബൈ, ഇനിയിപ്പം ഡൽഹി ടൂർ ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ ആ ഫാൻസുമായിട്ടുള്ള മീറ്റപ്പ് അങ്ങനത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. ടിക്കറ്റ്സൊക്കെ എനിക്കൊന്ന് സൊമാറ്റോയിലോ അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കാശുള്ളവർക്ക് പോയി പുള്ളിയെ കാണാം, പുള്ളിയുമായിട്ട് ഫോട്ടോ എടുക്കാം. പുള്ളി വേണമെങ്കിൽ നമ്മൾ ജേഴ്സിയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ സൈൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ ടിക്കറ്റ്സിനൊക്കെ എനിക്ക് തോന്നുന്നത് കത്തി റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാ യുണൈറ്റഡ് ഫാൻസിനും പോകണമെന്ന് ആഗ്രഹം കാണും. എനിക്കുണ്ട്. അവിടെ പോയി ഒലയെ കാണണം, അല്ലെങ്കിൽ ഒലയുടെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കണം, ഇങ്ങനെ സൈൻ ചെയ്യിപ്പിക്കണം. അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഓൾഡ് ട്രാഫോർഡിൽ പോയി മാച്ച് കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പം എന്നാലും നമുക്ക് എല്ലാവർക്കും അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ടാണ് മറ്റൊരു നല്ല വീഡിയോ ആണ്. ഓൾവേസ് യുണൈറ്റഡ് ഗായ്സ്.